ഷാജി, ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. PM ശ്രീയിൽ നിന്നും നിങ്ങൾ പിന്മാറുമോ? നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ, ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാരാ RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അല്ല ഷാജി, എനിക്കൊരു സംശയം. ആരാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? നിങ്ങളുടെ പാർട്ടിയല്ലേ? നിങ്ങളുടെ പാർട്ടി UDF-ന്റെ ഭാഗമല്ലേ? UDF-ന്റെ സർക്കാരല്ലേ ഭരിക്കുന്നത്? നിലപാടിന്റെ രാജകുമാരനായിട്ടുള്ള മുഖ്യമന്ത്രി മേനോൻ സതീശനല്ലേ ഭരിക്കുന്നത്? എന്തേ നിങ്ങൾ PM ശ്രീയിൽ നിന്നും പിന്മാറാഞ്ഞത്? നിങ്ങളുടെ ചുണക്കുട്ടികളായിട്ടുള്ള മൂരിക്കുട്ടന്മാരും അതേപോലെ തന്നെ കൊച്ചു മൂരികളും MSF-കാരും കൂടി സമരം നടത്തിയല്ലോ PM ശ്രീക്കെതിരെ. എന്തേ നിങ്ങൾ അധികാരത്തിലെത്തിയപ്പോൾ PM ശ്രീക്ക് വേണ്ടി നിങ്ങൾ വാദിച്ചില്ല? അതേപോലെ തന്നെ നിങ്ങൾ PM ശ്രീയെ അവഗണിച്ചില്ല, അല്ലെങ്കിൽ PM ശ്രീ എന്ന പദ്ധതി റദ്ദാക്കിയില്ല? നിങ്ങളിപ്പോ പറഞ്ഞല്ലോ 25% ജനങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുകയാണ്, നിയമനിർമ്മാണ സഭയിലേക്ക് പോവുകയാണ്. എന്നാൽ 75% വരുന്ന ആളുകളുടെയും പ്രശ്നങ്ങൾ കൂടിയാണിതെന്ന്. എന്തേ നിങ്ങൾ ആ 100% ആളുകളുടെയും പ്രശ്നങ്ങൾക്ക് അത് ഇടപെടാത്തത്? നട്ടെല്ല് എന്നുള്ളൊരു സാധനം അത് റബ്ബർ പോലെ വളയ്ക്കാനായിട്ട് UDF-നെ പോലെയും അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ പോലെയും യാതൊരു ഒളിപ്പുമില്ലാത്തവനാണ് ഷാജി നീ എന്നറിയാം. കാരണം വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാറിൽ കയറിയപ്പോൾ നിനക്കൊക്കെ പ്രശ്നമായിരുന്നു. VD സതീശനും അതേപോലെ തന്നെ ചെന്നിത്തലയും അതേപോലെ ബിന്ദു കൃഷ്ണയും ഒക്കെ വെള്ളാപ്പള്ളിയുടെ മുമ്പിൽ പോയി ഒച്ചാനിച്ച് നിന്ന് സാഷ്ടാംഗം പ്രണമിച്ച് വന്നപ്പോൾ എന്തേ നിന്റെ നാവ് ഇവിടെ പോയിരുന്നു? അപ്പോ അവസരവാദിയാകുന്ന അവസരവാദി ഷാജി, നീ അന്ന് പറഞ്ഞ പ്രസംഗത്തിന്റെ അകത്ത് ലെവലേശമെങ്കിലും നിനക്ക് ഒരു ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ, ആ ജനങ്ങളെ വഞ്ചിക്കില്ല എന്നുള്ള ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും PM ശ്രീയിൽ നിന്നും നീ പിന്മാറുമോ? അല്ലെങ്കിൽ നീ ഇതേപോലെ വലിയ വാചക കസർത്ത് നടത്തുന്ന പല പ്രസംഗങ്ങളും കേട്ടിട്ടുണ്ട്. വിടുവായി പറയുന്നതല്ലാതെ നിന്റെയൊക്കെ കയ്യിലിരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും, അല്ലെ വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ടോ അല്ലെങ്കിൽ UDF-ന്റെ ഗവൺമെന്റിനെ കൊണ്ടോ നിലപാടിന്റെ രാജകുമാരനായിട്ടുള്ള മുഖ്യമന്ത്രിയെ കൊണ്ടോ ഒരു വാക്ക് BJP-ക്കെതിരെയോ അല്ലെങ്കിൽ PM ശ്രീക്കെതിരെയോ പറയുവാൻ പറ്റുമോ? നിന്റെയൊക്കെ ട്രൗസറിന്റെ അകത്ത് മൂത്രം വരും. കാരണം VD സതീശൻ എന്ന് പറയുന്ന അർദ്ധ കോൺഗ്രസും അർദ്ധ RSS-ഉമായിട്ടുള്ള സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതേപോലെ തന്നെ 5500 കോടി രൂപയോളം കേരളത്തിന് കിട്ടേണ്ട വിഹിതം നഷ്ടപ്പെടുത്തി തരാതിരുന്നപ്പോ ഒരക്ഷരം പോലും മിണ്ടാതിരുന്ന, RSS-ന് വേണ്ടി വാതുറക്കാതിരുന്ന നീയൊക്കെയാണോ ഷാജി ഈ പ്രസംഗിക്കുന്നത്? PM ശ്രീക്കെതിരെ ഘോരം പ്രസംഗിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ചോദിക്കുകയാണ്, ഇപ്പോൾ താങ്കളുടെ നിലപാട് എന്തേ അയവ് വന്നത്? മഞ്ഞുകട്ടയായിട്ട് അലിഞ്ഞു പോയോ? അതോ താങ്കൾ എപ്പോഴും പറയുന്ന നേരിന്റെ രാഷ്ട്രീയക്കാരനാണ് ഞാനെന്നും നട്ടെല്ല് നിവർത്തി നിൽക്കുമെന്നും പറഞ്ഞത് എന്തേ ഇപ്പോൾ നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയോ അതോ റബ്ബറോ ആയിപ്പോയോ? അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു നിൽക്കുവാൻ വേണ്ടി, അധികാരത്തിന് വേണ്ടി എന്ത് തരം താഴ്ന്ന ചെറ്റത്തരവും പ്രസംഗത്തിലൂടെ വിളിച്ചു പറഞ്ഞ് ജനങ്ങളെ ഇത്തരത്തിൽ വഞ്ചിക്കുന്ന, നിലപാട് ലെവലേശമില്ലാത്ത നിന്നെ പോലെയുള്ള ആളുകളെ കേരള ജനത തിരിച്ചറിയുക തന്നെ ചെയ്യും. ലേശമെങ്കിലും നീ പറഞ്ഞ് വോട്ട് മേടിച്ച്, അതായത് ഈ PM ശ്രീയുടെ ഉൾപ്പെടെയുള്ള കഥകൾ പറഞ്ഞ് നീ വോട്ട് മേടിച്ച് ജനങ്ങളോട് 10% ആത്മാർത്ഥതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്റെയൊക്കെ പാർട്ടി കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും എന്തെങ്കിലും ഒരു മറുപടി, അതായത് PM ശ്രീക്കെതിരെയുള്ള ഒരു മറുപടി, അല്ലെങ്കിൽ BJP സർക്കാരിനെതിരെയുള്ള മറുപടി, സംഘപരിവാർ വിദ്യാഭ്യാസത്തെ നയങ്ങൾക്കെതിരെയുള്ള ഒരു മറുപടി ഒന്ന് വാതുറന്ന് കണ്ടാൽ മതിയായിരുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനാശംസകൾ നേരുന്നു. അതേപോലെ തന്നെ ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.